ഒരു ട്രാൻസ്ജെൻഡർ എന്ന നിലയ്ക്ക് അനുഭവിച്ച വേദനകളും യാതനകളും അവൾ തന്നെ പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇന്നിതാ അവൾ തൻ്റെ വീട്ടുകാരാൽ സ്വീകരിക്കപ്പെടുന്നു. ഒരു സമയത്ത് കുറ്റപ്പെടുത്തലുകളും ശാപവാക്കുകളും കൊണ്ട് അവളെ വേദനിപ്പിച്ച വീട്ടുകാരും നാട്ടുകാരും അവളുടെ പേരിൽ അഭിമാനം കൊള്ളുന്നു. ഒരു നാട് മുഴുവൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർത്തിയാക്കിയത്. ഇത്രയും സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷം. ബിഗ് ബോസ് സീസൺ 5 കേരളത്തിൽ ഒരു വിപ്ലവം നടന്നിരിക്കുന്നു. നാദിറ എന്ന ട്രാൻസ് വുമൺ ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നു. ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ നാദിറയുടെ വൈകാരിക തലങ്ങളെ തള്ളിപ്പറഞ്ഞ് ചില സഹമത്സരാർത്ഥികളും വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയ സ്വന്തം വീട്ടുകാരും നാടും എല്ലാവരും ഇന്ന് ബിഗ് ബോസിലൂടെ അവളെയും അവളുടെ ജെൻഡറിനെയും അംഗീകരിക്കുന്ന കാഴ്ച അതൊരു വിപ്ലവം തന്നെയാണ്. ലോകത്താകെ പെണ്ണും ആണും എന്ന 2 തരം ജെൻഡറുകൾ മാത്രമേയുള്ളൂ എന്ന തെറ്റ് പഠിപ്പിക്കപ്പെട്ട് വളരുന്ന സമൂഹത്തിൽ പെണ്ണും ആണും പോലെ തന്നെയുള്ള ഒരു സാധാരണ ജെൻഡർ മാത്രമാണ് ട്രാൻസ്ജെൻഡർ എന്ന തിരിച്ചറിവിലെത്തിക്കാൻ സയൻസും അത് നൽകുന്ന തെളിവുകളും പരിശോധിക്കപ്പെടുകയാണിവിടെ. ന്യൂയോർക്ക് സെൻട്രൽ പാർക്കിലെ വന്യജീവി സങ്കേതത്തിലെ 2 പെൻഗ്വിനുകളെ പരിചയപ്പെടാം. റോയ്, സിലോ എന്നീ പേരുകളുള്ള ഇവർ പെട്ടെന്ന് പ്രണയത്തിലായി. ശേഷം മുട്ടയിടാനുള്ള തയ്യാറെടുപ്പിനായി 2 പേരും ഒത്തൊരുമിച്ച് കൂടുണ്ടാക്കുകയും ചെയ്തു. പക്ഷേ മുട്ടകളൊന്നും വരാനില്ലായിരുന്നു. കാരണം റോയും സിലോയും പുരുഷന്മാരായിരുന്നു. ഒരു ദിവസം റോയും സിലോയും ഒരു പാറകഷ്ണം ഉരുട്ടി തങ്ങളുടെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ച് അതിൽ കയറി ചിന്താമഗ്നരായി ഇരിക്കുന്നത് മൃഗശാല സൂക്ഷിപ്പുകാരായ റോബർട്ട് ഗ്രാംഷി കണ്ടു. കാര്യം മനസ്സിലാക്കിയ ഗ്രാംഷി മറ്റൊരു പെൻഗ്വിന്റെ മുട്ടയെടുത്ത് കൊണ്ടുവന്ന് റോയ് സിലോമാരുടെ കൂട്ടിൽ വെച്ചുകൊടുത്തു. 34 ദിവസങ്ങൾ റോയും സിലോയും മാറി മാറി ആ മുട്ടയ്ക്ക് അടയിരിക്കുകയും മുട്ട വിരിയിച്ച് സുന്ദരിയായ ഒരു പെൻഗ്വിൻ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. സ്വന്തം ചൂട് പകർന്നു കൊടുത്തും ഭക്ഷണം കുഞ്ഞു കൊക്കിൽ വെച്ചു കൊടുത്തും ആ 2 പുരുഷന്മാരും ആ കുഞ്ഞിന്റെ അച്ഛനമ്മമാരായി മാറി. ചില പക്ഷിവർഗങ്ങളിൽ ആൺ സ്വവർഗാനുരാഗികൾ പെണ്ണുങ്ങളുടെ മുട്ട മോഷ്ടിച്ചു കൊണ്ടുവന്ന് അവരുടെ കൂട്ടിൽ വെച്ച് സംരക്ഷിച്ച് വിരിയിക്കാറുണ്ട്. സിംഹങ്ങൾ, ജിറാഫുകൾ മുതൽ ചിലന്തികളും തുമ്പികളും വരെയുള്ള അനേകം ജീവിവർഗങ്ങളിൽ സ്വവർഗാഭിമുഖ്യം കണ്ടെത്തിയിട്ടുണ്ട്. മുട്ടനാടുകളിലെ സ്വവർഗാഭിമുഖ്യം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതുവരെ സമൂഹം കരുതിയിരുന്ന വിശ്വാസങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്ന കണ്ടെത്തലിലേക്ക് ശാസ്ത്രലോകം എത്തിച്ചേർന്നു. മൃഗങ്ങളിലെ ഇണയെ തിരഞ്ഞെടുക്കുന്ന ഭാഗം പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിലെ ഒരു ന്യൂക്ലിയസ് ആണാടിന് വലുതും പെണ്ണാടിന് ചെറുതുമാണ്. എന്നാൽ സ്വവർഗാഭിമുഖ്യമുള്ള ആടുകളിൽ അത് വ്യത്യസ്തമാണെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റവും വ്യത്യസ്തമായിരിക്കും. മസ്തിഷ്കത്തിലെ ഇത്തരം വലിയ വ്യത്യാസങ്ങൾ മനുഷ്യരിലുമുണ്ട്. സ്വവർഗ ആഭിമുഖ്യമുള്ള സ്ത്രീ പുരുഷന്മാരുടെ മസ്തിഷ്കത്തിലെ പല ഘടകങ്ങളും അങ്ങനെയല്ലാത്ത മനുഷ്യരിൽ നിന്ന് വലിപ്പ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, പങ്കാളിയോടുള്ള ആഭിമുഖ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്കത്തിലെ അമിഗ്ദലയുടെ പ്രവർത്തനങ്ങൾ എതിർ ലിംഗാഭിമുഖ്യമുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് സ്വവർഗാഭിമുഖ്യമുള്ളവരിൽ. സ്ത്രീകളുടെ 8ാമത്തെയും 10ാമത്തെയും ക്രോമസോമിലുള്ള DNA-യിൽ സ്വവർഗാഭിമുഖ്യത്തെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ഇവ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ സ്വവർഗാഭിമുഖ്യമുള്ള വ്യക്തി ജനിക്കാനുള്ള സാധ്യതകളിലേക്ക് നീങ്ങുന്നു. കൂടുതൽ ആൺകുട്ടികളെ പ്രസവിക്കുന്ന അമ്മമാരിൽ ഉണ്ടാവുന്ന ബയോളജിക്കൽ വ്യത്യാസങ്ങൾ വഴി പിന്നീടുണ്ടാവുന്ന ആൺകുട്ടികൾ സ്വവർഗാനുരാഗികളാവാനുള്ള സാധ്യതയും ശാസ്ത്രലോകം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം ഐഡന്റിറ്റിയും സ്വഭാവവും ഇഷ്ടങ്ങളും ജന്മനാ ലഭിക്കുന്ന ശരീരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന മസ്തിഷ്കത്തിന്റെ തിരിച്ചറിവാണ് ട്രാൻസ്ജെൻഡറിലൂടെ വെളിവാകുന്നത്. ജനിക്കുന്ന കുഞ്ഞിന്റെ ലൈംഗികാവയവം നോക്കി ജെൻഡർ നിർണ്ണയിക്കുന്ന രീതി ശരിയാവണമെന്നില്ല. ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ ദിവസങ്ങളോളം പെണ്ണോ ആണോ എന്ന നിശ്ചയമില്ലാത്ത ഘട്ടങ്ങളിലൂടെ ഓരോ മനുഷ്യരും കടന്നു പോകുന്നുണ്ട്. XXXY ക്രോമസോമുകൾ ലിംഗനിർണ്ണയം നടത്തുന്നുവെന്ന് പൊതുവെ പഠിപ്പിക്കപ്പെടുന്നതെങ്കിലും യഥാർത്ഥ ലിംഗനിർണ്ണയം നടക്കുന്നത് ജീനുകളും ഹോർമോണുകളും മസ്തിഷ്കവും ചേരുമ്പോഴാണ്. പുരുഷ ശരീരത്തിൽ പെണ്ണും സ്ത്രീ ശരീരത്തിൽ പുരുഷനും കടന്നുകൂടാം. പെണ്ണാവേണ്ട XX ക്രോമസോമിൽ SRY ജീൻ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ വ്യക്തി പെണ്ണാവുന്നതിനു പകരം ആണായി മാറും. SOX9, FOXL2, WNT4 എന്നീ ജീനുകളുടെ പ്രവർത്തന ഫലമായി ലിംഗനിർണ്ണയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇത്തരം അനേകം സവിശേഷതകളിലെ വ്യത്യാസം വ്യക്തിയുടെ മാനസിക സവിശേഷതകളിൽ മാറ്റങ്ങളുണ്ടാക്കും. വ്യക്തിയുടെ താൽപ്പര്യങ്ങളും തിരിച്ചറിവും ആഭിമുഖ്യവും അതിനനുസരിച്ച് മാറുന്നു. മനസ്സ് പോലെ ശരീരം ആവാതിരിക്കുമ്പോൾ വ്യക്തി സ്വാഭാവികമായി ട്രാൻസ്ജെൻഡറായി മാറുന്നു.
പുരുഷ ശരീരവുമായി ജനിച്ച ഒരു ട്രാൻസ് വനിതയ്ക്ക് സ്വയം പെണ്ണായി അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ്. മസ്തിഷ്കമാണ് നമ്മൾ. എല്ലാ മനുഷ്യരും അവരുടെ സെക്സ് തിരിച്ചറിയുന്നതും ഈ സവിശേഷത കൊണ്ടാണ്. പെണ്ണും ആണും പോലെയുള്ള ഒരു സ്വാഭാവിക ജെൻഡറാണ് ട്രാൻസ്ജെൻഡറും.